ഇന്ന് നമുക്ക് കളർ പേപ്പർ വെച്ചിട്ട് സൺഫ്ലവർ ഉണ്ടാക്കിയെടുത്താലോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പേപ്പറുകളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ ആയിട്ടോ. നമ്മുടെ ആദ്യത്തെ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് മനസ്സിലാവും. നമ്മൾ കൂടുതലായിട്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ കളർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ അതിൽ നിന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ക്ലേ വെച്ചിട്ടും അതേപോലെ സോയിൽ ക്ലേ വെച്ചിട്ടും അല്ലാത്ത ടിപ്സൊക്കെ വെച്ചിട്ട് കുറേ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇപ്പം എന്തേ നമ്മൾ കളർ പേപ്പർ എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയിട്ട് നമ്മൾ ആ കളർ പേപ്പർ അങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കുമായിരുന്നു. ഇനിയെങ്കിലും അത് യൂസ് ആക്കിയിട്ടില്ലെങ്കിൽ അതിൽ കളറൊക്കെ പോയി വളരെ ഡാമേജ് ആയിട്ട് പോകും. പിന്നെ നമ്മൾ വെറുതെ എന്തിനാ കയ്യിലുള്ള പൈസ കളയുന്നത്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് കൂടിയും പിന്നെ നമ്മൾ പിൻട്രസ്റ്റിൽ ഇങ്ങനത്തെ സൺഫ്ലവറിൻ്റെ സംഭവം കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സത്യം പറയാലോ, അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതെവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു. സംഭവം രണ്ടിനകത്തിൻ്റേതായിട്ടുള്ള ഭംഗിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചത് ഇങ്ങനെയേ ആയിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ മെത്തേഡൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ നടുഭാഗം കണ്ടില്ലേ, സാധാരണ സൺഫ്ലവറിനൊക്കെ അതിൻ്റെ നടുഭാഗത്തൊരു ബ്ലാക്ക് കളറിലുള്ള സംഭവമല്ലേ ഉണ്ടാവുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ബ്ലാക്ക് കളർ കൊടുക്കാമെന്നുള്ളത്. പിന്നെ വിചാരിച്ചു വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത്. ഈ പെറ്റൽസൊക്കെ നമുക്ക് അതുകൊണ്ട് ചെയ്യാം, അല്ലാതെ ഈ നടുഭാഗത്തുള്ള സംഭവത്തിന് എന്തോ പറയുന്നത് എനിക്കറിയില്ല. ആ സംഭവം നമുക്ക് പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്യാം, അതായത് ബ്ലാക്ക് കളർ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്യാം. പക്ഷേ അതെൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഈ സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയത്. കണ്ടില്ല, അത് എള്ളാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ പറയണേ. ആ സംഭവം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പെട്ടെന്ന് അത് കണ്ടപ്പം എനിക്ക് ആ ഒരു ഐഡിയ തോന്നി, ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും നടുഭാഗത്തുള്ള ഒരു സംഭവം പണി കിട്ടുമ്പോൾ എല്ലാം ഒരുമിച്ചാണല്ലോ കിട്ടുക. നമുക്ക് ഗമ്മ തീർന്നു പോയതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിക്കായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ തേച്ചിട്ട് അതിൽ പിടിക്കില്ല എന്നുള്ളൊരു ഡൗട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ കളർ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത്ര ഡാർക്ക് യെല്ലോ അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സൺഫ്ലവറിന് അങ്ങോട്ട് എന്താ ഒരു എടുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുള്ള അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഞാനൊന്ന് ഒരു കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അങ്ങനെ കിടന്നപ്പം എനിക്ക് വേറൊരു ഐഡിയയും കൂടെ തോന്നി, അതിൻ്റെ മേലെ കൂടെ ഒരു ഓറഞ്ച് കൂടെ കൊടുക്കാമെന്നുള്ളത്. പിന്നെയുള്ള ഐഡിയാസ് ഒന്നും ഞാൻ ചെയ്തില്ല കേട്ടോ, കാരണം എന്തായാലും കൊള്ളാവുന്നതാണ്. സ്റ്റിക്കിൻ്റെ മേലെ നമ്മൾ ഗ്രീൻ കളറും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്, അതായത് പേപ്പർ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, സൺഫ്ലവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.